ടു കോമേഴ്സ് ഫാമിലി. അപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്ലസ് ടു പഠനമൊക്കെ? നമ്മുടെ ടൈം എന്ന് പറയുന്നത് പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സ്കൂള് ജൂണിൽ തുറക്കും എന്ന് പറഞ്ഞ് ജൂണിൽ സ്കൂൾ തുറന്നു, ജൂലൈ മാസം എൻഡായി, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന്റെ ഡേറ്റും ടൈം ടേബിളും പബ്ലിഷ് ആയി അല്ലേ? അതിനൊപ്പം തന്നെ നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇപ്പൊ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമിലും കൂടി ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? എല്ലാം ഷടപടേന്നായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഹെക്ടിക് സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ എക്സാമിന്റെ തലേന്ന് പഠിക്കാം അല്ലെങ്കിൽ ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കളോടാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ ടൈം പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രോപ്പർ ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം നമ്മുടെ പ്ലസ് വണ്ണും പ്ലസ് ടും ഒരുമിച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിൽ നിന്നും ഫസ്റ്റ് ടേം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കണ്ടുപിടിച്ച് പഠിക്കാം. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം സയന്റിഫിക് മാനേജ്മെന്റിൽ നമുക്ക് രണ്ട് ടേംസ് ആണ് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, പ്രിൻസിപ്പിൾസും ടെക്നിക്സും. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രിൻസിപ്പിൾസിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്സ് എന്ന് കാണാൻ പറ്റും. 2017 മുതൽ 2026 വരെയുള്ള ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1 മാർക്ക് മുതൽ 5 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഫസ്റ്റ് ടേം എക്സാമിന് എടുക്കുന്ന സമയത്ത് നമുക്ക് 5 ചാപ്റ്റേഴ്സ് എക്സാമിന് വരുന്നുള്ളൂ അല്ലേ? മേ ബി അപ്പോൾ ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടൈലർ അദ്ദേഹത്തിന്റെ കരിയറിന്റെ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള കുറെ മെത്തേഡ്സ് ആണ് ഈ ടെക്നിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, അപ്പൊ നോക്കിക്കേ, ഫോർമാൻസിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ? ആരാണ് ഫോർമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മുടെ എംപ്ലോയീസുമായിട്ട് ഡെയിലി ഡേ ടു ഡേ കോണ്ടാക്റ്റിൽ വരുന്ന മാനേജീരിയൽ ഫിഗർ ആണ് നമ്മുടെ ഫോർമാൻസ്. ഇപ്പം എംപ്ലോയീസിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ഹയർ പൊസിഷനിൽ വരുന്ന എംപ്ലോയിയും മാനേജേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് റാങ്കിൽ വരുന്ന മാനേജറുമാണ് നമ്മുടെ ഫോർമാൻസ് എന്ന് പറയുന്നത്. ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നമ്മുടെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ആ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ടാസ്ക്കാണ്, വലിയൊരു ഹെവി ടാസ്ക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഈ ഹ്യൂമൻ ബീങ്സിനെയാണ് ഫോർമാൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സ് ആർ യുണീക്ക് എന്ന് നമുക്ക് പറയാം അല്ലെ? വ്യത്യസ്ത സ്വഭാവവും ബിഹേവിയറും ആറ്റിറ്റ്യൂഡും നീഡ്സും വോൺസും പ്രിഫറൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആളായിരിക്കണം ഈ ഫോർമാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഈ ഫോർമാൻസിന് വേണ്ടത്? ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ? ഇന്റലിജൻസ്, എഡ്യൂക്കേഷൻ, ടാക്ട്, ജഡ്ജ്മെന്റ്, സ്പെഷ്യൽ നോളജ് എന്ന് തുടങ്ങി അനവധി ക്വാളിറ്റീസ് ആണ് ഫോർമാൻസിന് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ ഈ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. എല്ലാ ക്വാളിറ്റീസും ഒരാൾക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല അല്ലെ? നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള, നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിട്ടുള്ള ഒരാൾക്ക് നല്ല എനർജി ഉണ്ടാവണമെന്നില്ല അല്ലെ? അയാള് ഹോണസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എംപ്ലോയീസിനെ ഡീൽ ചെയ്യണമെങ്കിൽ ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാൾ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ടൈലർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ്. അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ വർക്കുകളെ 2 ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അങ്ങ് തിരിക്കുകയാണ്, പ്ലാനിങ് എന്നും പ്രൊഡക്ഷൻ എന്നും. ഓക്കെ, പ്ലാൻ ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ ഓർ എക്സിക്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് 2 ഡിപ്പാർട്ട്മെന്റിലും 4 ഫോർമാൻസിനെ വെച്ച് 8 ഫോർമാൻസിനെ അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 ഡിപ്പാർട്ട്മെന്റ് നമുക്ക് 8 ഫോർമാൻസിനെ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് പ്ലാനിങ് ഇൻചാർജിൽ വരുന്ന ഫോർമാൻസ് എന്ന് പറയുന്നത്? ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജിലോ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. അപ്പൊ ഈ 8 ഫോർമാൻസിനെയാണ് നമ്മുടെ വർക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യേണ്ടത്.
ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള 4 ഫോർമാൻസിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് റൂട്ട് ക്ലർക്കാണ്. റൂട്ട് ക്ലർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ്റെ സ്വീക്വൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് റൂട്ട് ക്ലർക്ക് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ജോലിയുടെ റൂട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. ഇനി ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്, പേര് സൂചിപ്പിക്കുന്നുണ്ട് ഓരോ വർക്കേഴ്സും എടുക്കുന്ന ടൈം എത്രത്തോളം ഉണ്ട്, അല്ലേ? വർക്കിൻ്റെ ടൈം എത്രത്തോളം എടുക്കുന്നുണ്ട് ആൻഡ് വർക്കിൻ്റെ കോസ്റ്റ് എത്രയുണ്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആളാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഇനി ഡിസിപ്ലിനറിൻ്റെ കേസ് വരുമ്പോൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലേ? നമ്മുടെ പെർഫോമൻസിന് ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുന്ന ആളാണ് ഡിസിപ്ലിനറിയൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ പ്ലാനിംഗ് ഇൻചാർജിൽ വരുന്ന ഫോർമാൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എക്സിക്യൂഷനാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്യാങ് ബോസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ്, മെറ്റീരിയൽസ്, ടൂൾസ് ഒക്കെ എന്താണ് നല്ല കീപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി സ്പീഡ് ബോസ് എന്താണ്, റൈറ്റ് ടൈം ആൻഡ് സ്പീഡിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാണ്. റിപ്പയർ ബോസ്, നമ്മുടെ വർക്കൊക്കെ നടക്കണമെങ്കിൽ മെഷീൻസും ടൂൾസും ഒക്കെ നല്ല കണ്ടീഷനിൽ ഇരിക്കണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിപ്പയർ ബോസ് ആണ്. ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ടിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടറിൽ വരുന്നത്. സോ നമ്മുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടോപ്പിക് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ ഓരോ ടോപ്പിക്കിനും ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ ഈസി ആയിരിക്കും, അല്ലേ? അതായത് ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോസിന് പകരം ഇപ്പോൾ ഒരു ചാപ്റ്ററിലുള്ള ഓരോ ടോപ്പിക്സ്, ഇപ്പം നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന് ഒരു വീഡിയോ, അതുപോലെ തന്നെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രിൻസിപ്പിൾസിനൊരു വീഡിയോ, അതുപോലെ തന്നെ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനൊരു വീഡിയോ, അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് III നിങ്ങൾക്കായി നമ്മുടെ +2 സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവായിട്ട് ഗോദ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് ഒരു ഫോൾഡർ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോൾഡറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസിൽ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം വരെയുള്ള 5 ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫോൾഡർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള മീനിങ് വീഡിയോ കിട്ടും, പിന്നെ ഡെഫിനിഷൻ കിട്ടും, നേച്ചർ കിട്ടും, സിഗ്നിഫിക്കൻസ് കിട്ടും, ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കിട്ടും. അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 4-5 മിനിറ്റുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ആ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ 2017 മുതൽ 2026 വരെ ആനുവൽ എക്സാം, മോഡൽ എക്സാം, അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഷീറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും മിസ് പറയാറുണ്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം 4-5 തവണ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവാണ് 3 തവണ ആ ചാപ്റ്റർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഷീറ്റ് റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2017 മുതൽ 2026 വരെ ആനുവൽ എക്സാമിന് മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് വീഡിയോ സൊല്യൂഷനും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് അതിൻ്റെ PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചാപ്റ്റേഴ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് എത്ര കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടാവും. ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ലൈവുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാം ആവുന്ന സമയത്ത് സ്പെഷ്യൽ ലൈവ്സുകളും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ചില ചാപ്റ്റേഴ്സിൽ നിന്ന് വളരെ ട്രിക്കി ആയിട്ടുള്ള, ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ പൂളും ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക്, അല്ലെ, അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് III ഗോദ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ +2 മാത്രം സെറ്റ് ചെയ്താൽ പോരാ, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരികയല്ലേ എന്നുള്ളത്, അല്ലേ? അപ്പം ഈ ഒരു ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. +1 +2 പഠനം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലേ? അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ
കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.